അത് ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ആളുകൾ നമ്മളെ ജന്മം കൊണ്ടുതന്നെ പറ്റുമോ സംശയം? പറ്റും. ആളുകൾ നമ്മളെ നിന്ദിക്കുമ്പോൾ ഉപാസന ഉണ്ടെങ്കിൽ അത് പറ്റും. ആളുകൾ നമ്മളെ നിന്ദിക്കുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവിടെ ഉള്ളിലൊരു ദേവി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഈശ്വരനൊരു കൺസെപ്റ്റ്, ഒരു ബന്ധവും ഇല്ലെങ്കിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നപ്പോഴാണ്. എനിക്കാരും ഇല്ല, കാരണം തിരിഞ്ഞു നോക്കാനൊരു സംവിധാനമില്ല, ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു രൂപ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുമ്പോഴേ ഒരുവൻ അവൻ്റെ ഉള്ളിലേക്ക് നോക്കത്തുള്ളൂ. അവൻ്റെ ഉള്ളിലേക്ക് നോക്കാതിരിക്കുമ്പോഴും നമുക്ക് ഈ പുറത്തേക്കുള്ള ബന്ധനങ്ങളിൽ നിൽക്കും. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവണം. കുന്തിദേവി അതിലെ ദുഃഖം തരണം എന്ന് പറഞ്ഞ കൃഷ്ണൻ ചോദിച്ചപ്പോൾ, എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ. അപ്പം അല്ലാതെ എങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് നോക്കുമെന്ന് പറ. സന്തോഷം കിട്ടിയിട്ടൊന്നും പറ്റില്ല. സന്തോഷം പുറത്തു നിങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാൾ എപ്പോഴാണ് ഈശ്വരനെ അന്വേഷിക്കാൻ പോകുന്നത്? അല്ലെ അവനവൻ്റെ ഉള്ളിലേക്ക് റിസർച്ച് ചെയ്യണമെന്ന് തോന്നുമോ? എൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് തോന്നുമോ? അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. എനിക്ക് നല്ല ഫുഡ് കിട്ടുമ്പോൾ അതെങ്ങനെ കൂടുതൽ കിട്ടാനേ ഉള്ളതാണ്. എനിക്ക് നല്ല ഒരു പെണ്ണിനെ കിട്ടിയാൽ കൂടുതൽ നല്ലത് എങ്ങനെ കൂടുതൽ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. നല്ല പാട്ട് കേട്ടാൽ കൂടുതൽ കേൾക്കണം, നല്ല സ്മെല്ല്. 5 സെൻസിലൂടെയുള്ള ഡിസയറിനെ ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ പോരട്ടെ എന്നാണ്. രാഗദ്വേഷ വീക്തേഷു ശ്ലോകത്തിൽ ഗീതകളാ പറഞ്ഞത്. അവനവൻ്റെ അർജുന ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സുഖങ്ങളെ അനുഭവിക്കുന്നതാണ്. സുഖങ്ങളെ അനുഭവിച്ചാലേ വാസം ചെലുത്തുള്ളൂ. പക്ഷേ ഇന്ദ്രിയങ്ങൾ ആത്മവശ്യങ്ങളായിരിക്കട്ടെ, ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് ശ്രദ്ധിക്കുന്ന രീതിയിലിരിക്കട്ടെ. അപ്പോൾ അതിൽ അഡിക്ഷൻ ഉണ്ടാവില്ല. കാരണം ഈ ആനന്ദത്തിലേക്ക് ഫോക്കസ് ചെയ്യും. ഈ ആനന്ദം എവിടെ നിന്നുണ്ടാകുന്നു? ഈ ഫുഡ് കഴിക്കുമ്പോൾ, ഈ പാട്ട് കേൾക്കുമ്പോൾ, സെക്സ് ചെയ്യുമ്പോൾ ഈ ആനന്ദം എവിടെ നിന്നുണ്ടാകുന്നു? അത് പുറത്തുനിന്നുള്ള സ്റ്റിമുലേഷൻ അല്ലേ? ആനന്ദം ഉണ്ടാകുന്നതിൻ്റെ ഉള്ളിലല്ലേ? ഞാനല്ലേ അനുഭവിക്കുന്നത്? അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കൂ. അതാണ് പറയുന്നത് രാഗദ്വേഷ വ്യക്തി. ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങൾ ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങളോട് സുഖങ്ങളെ അനുഭവിക്കുക. അതുകൊണ്ടാണ് കുളാരണതന്ത്രത്തിലെ ശാംഭവി മുദ്ര എന്ന് പറഞ്ഞ മുദ്രയെക്കുറിച്ച് പറയുന്നത്. അതിൽ സെക്ഷൽ മെഡിറ്റേഷൻസ് ഉണ്ട്. സ്ത്രീയക്രം വരച്ചിട്ട് അതിൽ സെക്സ് ദേവിയായിട്ട് സ്ത്രീയെ ന്യൂഡായി ഇരുത്തി പൂജിച്ചിട്ട് പുരുഷൻ ശിവനായി കൊണ്ടിട്ട് സെക്സ് ചെയ്യുമ്പോൾ അയാൾ റിസർച്ച് ചെയ്യാണ് ഉള്ളിലേക്ക്, എൻ്റെ ഉള്ളിൽ ഈ ആനന്ദം വരുന്നത് എവിടുന്നാണ്. അപ്പോൾ കണ്ണ് തുറന്നിട്ടുള്ള അകത്തേക്ക് അന്തർദൃഷ്ടിയിലുള്ള ശാംഭവി മുദ്രയാണത്. അത് വേറൊരു ശാംഭവി മുദ്ര. സാധാരണ പറയുന്നത് പകുതി കണ്ണടച്ചിട്ടുള്ളൂ. ഇത് കണ്ണ് തുറന്നുകൊണ്ടുള്ളൊരു ശാംഭവി മുദ്രയെക്കുറിച്ചാണ് കുളാരണത്തിൽ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ റിസർച്ചാണ് അവിടെ, സാധാരണ ഫക്തല്ല അവിടെ. ആ ആനന്ദം എവിടുന്ന് ഉണ്ടാകുന്നു എന്ന് ഒബ്സർവ് ചെയ്യണം അയാൾ. അത് കഴിഞ്ഞാൽ പുറത്ത് പെണ്ണ് വേണ്ട, ഇത് കണ്ടുപിടിച്ച അതാണ് ശരിക്കും. അപ്പോൾ ബ്രഹ്മരന്ധ്രത്തിലൂടെ കുണ്ടലിന് പോകും. അതുകൊണ്ടാണ് കൃഷ്ണന് ഊർധ്വകാമൻ എന്ന് പേര് വന്നത്. കാമം ഊർധ്വമായവനാണ് കൃഷ്ണൻ. ഒരു യോഗിയുടെ കാമം ഊർധ്വമാണ്. അപ്പോൾ ആ കാമം ഉള്ളിലേക്ക് ഊർധ്വമായി വന്നിട്ട് സമാധിയെ പ്രാപിക്കുന്നു. ആ ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്നു, എപ്പോഴും അനുഭവിക്കുന്നു. സെക്സിൽ ഉള്ള ആനന്ദം അതിൻ്റെ 1000 ഇരട്ടി എപ്പോഴും അനുഭവിക്കുക. പുറത്ത് അതാ സമാധി. പുറത്തൊരാൾ വേണ്ട, ഒരു സ്ത്രീ വേണ്ട. പുറത്തെ സ്ത്രീ എൻ്റെ ഉള്ളിലെ സ്ത്രീയെ ഉണർത്തുന്നു എന്നുള്ളത്. എൻ്റെ ഉള്ളിലെ സ്ത്രീയും പുരുഷനും എനർജി തമ്മിലാണ് ജോയിൻ ചെയ്തിട്ട് ആനന്ദം ഉണ്ടാകുന്നത്. അല്ല, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലെ ആ സ്ട്രക്ചർ, പുറത്തുള്ള സ്ത്രീയുടെ സ്ട്രക്ചർ. പുരുഷന്മാർക്ക് മുഖം മൂലം നല്ലതായിരിക്കുന്നില്ല, സ്ട്രക്ചർ നല്ലതായാൽ അവർക്ക് കാമവികാരം വരും. അപ്പോൾ പ്രാണനുള്ളിൽ ഈ പുറത്തുള്ള സ്ട്രക്ചർ കണ്ടിട്ട് ഉള്ളിൽ സ്ത്രീയുടെ വൈബ്രേഷൻ റൈസ് ചെയ്തിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത അതാണ് സമാധി. പുറത്തു പിന്നൊന്നും വേണ്ട. ഇത് സംഭവിക്കണമെങ്കിൽ ഈ പുറത്ത് ബൗണ്ടഡ് ആയിരുന്നാൽ പറ്റുമോ? പുറത്ത് കുട്ടികള്, ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ ബന്ധുക്കള്, സുഹൃത്തുക്കള്, മറ്റേ മകന് വേണ്ടിയിട്ട് അല്ലെ മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ
ആത്മാർത്ഥത കൊണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനകത്തൊരു പാളിച്ച വന്നാൽ അവർ പോലും നമ്മളെ കളിയാക്കും, നിങ്ങൾ ഇത്ര പൊട്ടനായല്ലോ. അപ്പോൾ ആലോചിക്കും, എടാ ഇവന് വേണ്ടിയിട്ട് ഞാൻ ശരിയാ പൊട്ടത്തരോ കാണിച്ചേ, എങ്കിലും ഇവന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തവെന്നുള്ള ഒരു പരിഗണന ഇവൻ എനിക്ക് തരാത്ത എന്താ, അല്ലെ ഇവൾ എനിക്ക് തരാത്ത എന്താ, അവിടെ ആകെ പ്രശ്നമാകും. അവിടെ ഒരു പ്രയാസം ഉണ്ടാവും. പോട്ട് സാരമില്ല എന്ന് പറഞ്ഞതിന് പകരം ഇത്ര പൊട്ടനായി പോയല്ലോ എന്ന് പറയുമ്പോ അവിടെ ശരിയാ, പൊട്ടത്തരം കാണിച്ചു. പൊട്ടരാവാത്ത മനുഷ്യരില്ല ലോകത്ത്. ഇവരൊക്കെ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റാണ്. അവർക്കെല്ലാം എന്തെല്ലാം അബദ്ധങ്ങൾ, പലരുടെ ജീവിതം എന്തെല്ലാം അബദ്ധമാണ്. എനിക്കൊരു അബദ്ധം പറ്റി, നീയേ അബദ്ധമാണ്, ജീവിതമേ അബദ്ധമാണ്. അപ്പം സ്വാഭാവികമായിട്ടപ്പോൾ നമ്മൾ ആലോചിക്കും, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ മരിച്ചു പോകുന്നുണ്ട്, ജീവിക്കേണ്ട കാര്യം. അപ്പോൾ അതിന് നമുക്ക് വിഡ്രോവൽ കിട്ടും. സാമ്പത്തികത്തിൽ നിന്ന് വിഡ്രോവൽ, അതിൽ നിന്ന് വിഡ്രോവൽ, ഇതൊക്കെ ഇമോഷണലി കണക്റ്റഡ് ആവാതെ ഇതെല്ലാം കൊണ്ടുപോയാൽ കുഴപ്പമില്ല. മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ, സമ്പത്ത്, അത് ഇത്, ഇതൊന്നും മെന്റൽ കണക്ഷൻ ഇല്ലാതെ ഇമോഷണൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഫെയിലിയർ ആവും. പണയം കൊണ്ടുവച്ചിട്ട് എൻ്റെ ഇമോഷണലി ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അച്ഛൻ തന്ന, അമ്മ തന്നല്ലേ, ഞാൻ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ആഭരണം, അല്ലെ അവൾ എനിക്ക് തന്ന ആഭരണം, അയാൾ എനിക്ക് തന്ന ആഭരണം പണയം വെച്ചിട്ട് ഇങ്ങനെ പലിശ കൊണ്ടുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഗോൾഡിന് 4 ഇരട്ടി വിലയായിപ്പോൾ. ഇത് വിറ്റ് കഴിഞ്ഞാൽ കടത്തില്ല, പക്ഷേ പലിശ കൊടുത്ത് ഇമോഷണൽ അത് വിറ്റ് കഴിഞ്ഞാൽ എന്ത് സമയത്ത് ഈ അറ്റാച്ച്മെന്റ് ആണ് പ്രശ്നം. ഈ അറ്റാച്ച്മെന്റ് എല്ലായിടത്തും പ്രശ്നമാണ്. നമ്മൾ ഈ അറ്റാച്ച്മെന്റിലേക്ക് ഇടുന്ന കറങ്ങി ആത്മഹത്യ ചെയ്യുക. താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പൊ എന്തിനാണ്? ഒരു കാര്യമില്ല ഇതിലേക്ക്. ഇത് മനസ്സിലാകുന്ന അനുഭവങ്ങൾ കൂടി ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ്. നല്ല അനുഭവങ്ങളിലല്ല ഒരുത്തനും വരുന്നത്, അറിവുള്ളവനാ. ഒരു പരാജയം വരുമ്പോഴാണ് അറിവുണ്ടാകുന്നത്. എപ്പോഴും വിജയം വന്നല്ല അറിവുണ്ടാകുന്നത്. ആ പരാജയം വന്നാണ് എപ്പോഴും അറിവുകൾ ഉണ്ടാകുന്ന. പരാജയമാണ്. വിജയം കൊണ്ടല്ല അറിവുണ്ടാകും. വിജയം കൊണ്ട് അഹങ്കാരം ഉണ്ടാകത്തുള്ളൂ, ഈഗോ വർദ്ധിക്കത്തുള്ളൂ. വിജയം, പരാജയം നമ്മളെ വിനീതനാക്കും, അറിവുള്ളവനാക്കും, ശ്രദ്ധയുള്ളവനാക്കും. ഭയം ബോധത്തെ ഉണ്ടാക്കും. ഭയമില്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ബോധത്തോടു കൂടി മറ്റൊരാളെ പരിഗണിക്കാതെ സംസാരിക്കും. ഭയം അപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കോ നോട്ടമോ പ്രവൃത്തിയോ എന്തെങ്കിലും അങ്ങേക്ക് അഹിതമായാൽ അങ്ങ് എന്നെ ഫേസ്ബുക്കിലിട്ട് നാറ്റിക്കും. ഇല്ല, അവൻ കള്ളനാന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസൾട്ടേഷൻ ആയാൽ ശരിയാവത്തില്ല. ഭയം. ഞാനങ്ങനല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ആളുകളെ ഭയം ഉണ്ടാവും. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചു. നിയമം ഗൾഫിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും. സ്ത്രീകളൊന്നും ആരും ഉപദ്രവിക്കത്തില്ല, പരിഗണിക്കുക, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യും, അല്ലാതെ കഴുത്ത് കണ്ടിക്കും. ഭയം നമുക്ക് ബോധം ഉണ്ടാകും. അതുകൊണ്ടാണ് യമൻ നചികേതസിന് ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കുന്ന കഠോപനിഷത്ത്. മരണം കാലൻ, അഗ്നിയുടെ ആചാര്യ, അഗ്നി കത്തിച്ച് വെച്ചിട്ട് നിന്റെ ആചാര്യനാണെന്ന് ഉപനയനം ചെയ്യുമ്പോൾ പറയും, തീ ഇങ്ങോട്ട് കയറി പിടിച്ചാൽ ചത്തുവോ? തീയുടെ മുന്നിരിക്കുമ്പോൾ ബോധം ഉണ്ടാവും. ബോധമില്ലാതെ ഇരിക്കാൻ പറ്റുമോ? ഹോമം കഴിയുന്നവരെ ഒരു സ്റ്റാമ്പിൽ ഒരു സാധനം തെറിച്ച് നമ്മുടെ മുണ്ടേ വീണാൽ കത്തത്തില്ല. തീർച്ചയായിട്ടും അത്രയും നേരം നമ്മളെ ധ്യാനത്തിൽ നിന്ന് നിർത്തും. തീ കത്തിച്ച് വെച്ചിട്ട് ഹോമം ചെയ്യുന്ന അത്രയും നേരം 2 മണിക്കൂർ 3 മണിക്കൂർ ഇത്ര ഒരു ഹോമിക്കുന്ന സമയത്ത് ഒരു നിമിഷം നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ, ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ആലോചിക്കും, പക്ഷെ പൂർണ്ണമായ ശ്രദ്ധ ഇതിൽ നിന്ന് വിട്ടുപോകാൻ ഒരു തീ അനുവദിക്കത്തില്ല. നമ്മൾ അതിങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പ്രസന്റിലായിരിക്കും. നമ്മൾ ഈഗോ ഒട്ടും വർക്ക് ചെയ്യത്തില്ല. ഈഗോ വർക്ക് ചെയ്ത് മറന്നുപോയാൽ ഇത് കയറി താടിക്ക് കയറി പിടിച്ചാൽ തീർന്നല്ലേ, മുണ്ട കയറി പിടിച്ചാൽ അങ്ങനെ കത്തിയിട്ടുണ്ട് പലതവണ. അങ്ങനെ പിന്നെ ശ്രദ്ധിക്കും. നമ്മളെ ഓരോ എള്ളു അല്ല ചിലതൊക്കെ ഹോമിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് കയറി ഇങ്ങനെ കത്തും. നെയ്യൊക്കെ നമ്മളിങ്ങനെ ഹോമിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ വീഴത്തില്ലേ, ഇതവിടെ വീണ് ഇങ്ങനെ കിടക്കും. ആദ്യമൊക്കെ ഇങ്ങനെ
പിന്നെ എപ്പോഴെങ്കിലും ഈ സാധനം കയറി ഭൂന്ന് കത്തി പിടിച്ച് ഇങ്ങോട്ട് കളയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കും, വോമിറ്റ്. അപ്പം നമുക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ടായി. ഇങ്ങനെ ഭയമാണ് നമ്മുടെ അറിവുള്ളവനാക്കുന്നത്. അപ്പൊ ഫെയിലിയർ ആണ്. ഒരു പ്രാവശ്യം കത്തി കഴിയുമ്പോഴല്ലേ ഈ നഷ്ടം വന്നു കഴിയുമ്പോൾ ഇത് പഠിക്കാൻ പറ്റും. പറ്റുമോ? അല്ലാതെ പറ്റുമോ? അനുഭവത്തിലാണ്. അത് നമ്മൾ എത്ര ആയിക്കഴിഞ്ഞാലും നമ്മളിത് പഠിക്കത്തില്ല. അപ്പൊ കുറെ ആവുമ്പോൾ നമുക്കൊരു ശകലം. അപ്പൊ ദേവി ഒരു അനുഗ്രഹിച്ചതാണ്. അനുഗ്രഹിച്ചു. നമുക്ക് നാളെ ഒരു 10 ലക്ഷം പോവുക, 50 ലക്ഷം പോകുന്നതിലും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു അസുഖം കുടുംബത്തിൽ ആർക്കും ഒരു അസുഖം, എനിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെത്ര കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ കെട്ടി നിൽക്കുന്നത്. ഒരു അറ്റാക്ക് ചെറിയ മെഡിക്കൽ കോളേജിൽ 1 ലക്ഷം കെട്ടി വെക്കാൻ പറയണത് അത് ഒന്നില്ലേ? ഏറ്റവും വലിയ പ്രശ്നം ഓരോന്നിനും അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല. പലപ്പോഴും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിയുമ്പോഴാണ് അവരുടെ കുറിച്ച് ഓർക്കുന്നത്, അവരുടെ ഭാഗത്തോട് ചിന്തിക്കുന്നതൊക്കെ. ഡൈവോഴ്സ് കഴിയുമ്പോഴാണ്. കണ്ടുണ്ടോ? അതുവരെ നമ്മൾ ഒരു സിറ്റിങ്ങിൽ, 2 സിറ്റിങ്ങിൽ, 3 സിറ്റിങ്ങിൽ പറയും, ഒന്ന് മനസ്സിലാക്കി പെരുമാറ്, കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്ക്, കുറച്ചെങ്കിലും അവരെ മനസ്സിലാക്കി ഒന്ന് പെരുമാറ്. ഇവരുടെ വിചാരം ഇവരിത് ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിന്നോളൂ എന്നാണ്. പോയി കഴിയുമ്പോഴാണ് വെപ്രാളം. അയ്യോ, ഞാൻ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. പോയി കഴിയുമ്പോൾ എന്നിട്ട് പോയി കഴിയാറാകുമ്പോഴത്തേക്ക് പിന്നെ സ്വഭാവം മാറ്റുന്നു, അത് മാറ്റുന്നു, ഇത് പെരുമാറ്റം മാറ്റുന്നു. എവിടെ മെസ്സേജിൽ അയച്ചിട്ടേ സ്നേഹമായിട്ട് സംസാരിക്കുന്നു, അത് ചെയ്യുന്നു. എവിടെ വരാനായി പഴയ എക്സ്പീരിയൻസ് കിടക്കുന്ന ഒരാൾ വരികയില്ല. ഇവർ വിചാരിച്ച് ഇതിങ്ങനെ നിന്നോളൂ സഹിച്ചുകൊണ്ട്. പോവെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയും ഇവർ. പോവെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മുടെ ഒരു ലോകമുണ്ട്. നമ്മുടെ ഒരു ലോകം നശിക്കണമെങ്കിൽ നമ്മൾ മണ്ടനാവണം, പൊട്ടനാവണം, പരിഹസിക്കപ്പെടണം, അബദ്ധങ്ങൾ പറ്റണം. അബദ്ധങ്ങൾ പറ്റിയല്ലാതെ ഞാൻ എന്നെ അവിശ്വസിക്കാൻ പഠിക്കില്ല. ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തനുണ്ടെങ്കിൽ അത് ഞാനാണ്. എന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ കൊണ്ട് കുഴി ചാടിക്കുന്നതൊക്കെ ഞാനാണ്. അപ്പൊ ആ എനർജി ലെവലില് അവിടെ നമ്മുടെ താഴെ ചെയ്യുക. നമ്മളില്ലാതാവണം. അപ്പോഴേ ഈശ്വരന് കയറാൻ പറ്റും. ആ എംറ്റിനെസ്സിലേക്കല്ലേ ഈശ്വരൻ വരുന്നേ. അല്ലാതെ എങ്ങോട്ട് ഈശ്വരൻ വരുമെന്നായി പറഞ്ഞു. നമ്മൾ പ്രേതമാണല്ലോ. ഒരു പ്രേതം ഇരിക്കുമ്പോൾ 10 പ്രേതം വരും. ഈശ്വരൻ വരത്തില്ലെന്ന്. അതാ അഹം സമർപ്പിക്കണം എന്ന് പറഞ്ഞു. നമുക്കൊരു ഫെയിലിയർ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും മിടുക്കനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലെന്ന് മനസ്സിലായി. വളരെ നിസ്സാരമായിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോയി കഴിയുമ്പോൾ, നമ്മൾ ഇത്ര ഉള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ തിരിഞ്ഞിട്ട് ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, ചട്ടേക്കാം, എന്നെ കൊണ്ട് എന്തിനെങ്കിലും ജീവിച്ചിരിക്കുന്നു, ചട്ടേക്കാം, നെഗറ്റീവാകും. അത് ഞാനാണ്. അല്ലാതെ അത് ചാവത്തില്ല. ഞാൻ ചാവത്തില്ല. ശരീരം ഇല്ലാതാക്കി നിസ്സാരമായിട്ട്. ഞാൻ തോക്കത്തില്ല. ഞാൻ ചട്ടേക്കാം. ഞാൻ പ്രേതമായിട്ട് അലഞ്ഞിരുന്നത് കാലങ്ങൾ ഉപദ്രവിച്ചുകൊണ്ട്. പിന്നെ അടുത്ത ശരീരം കിട്ടണം. ശരീരം ഉള്ളപ്പോൾ ചിന്ത ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ചിന്തയായി നമ്മുടെ പ്രേതം പേഴ്സണാലിറ്റി. അതിനെ ഇല്ലാതാക്കാൻ ശരീരം ഉള്ളപ്പോഴേ പറ്റും. ചിന്ത ഇല്ലാതാക്കി രഥം, തേരിൻ്റെ ചക്രം, അതും ഇതൊക്കെ മാറ്റിയാൽ പിന്നെ രഥമില്ല എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ഉപനിഷത്തിൽ. അപ്പോൾ ആ രഥം പോലെയാണ് മൈൻഡ്. നമ്മുടെ പേര്, അത് ഇത്, ചിന്തകൾ, അത് ഇതൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല, ബോധം മാത്രമേ ഉള്ളൂ. അവിടെ ഈശ്വരൻ വരും. ഇത് ശരീരം ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റും. ശരീരം ഉള്ളപ്പോഴേ ചിന്ത ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. ഈ ശരീരം അങ്ങ് പോയാൽ പിന്നെ നമ്മൾ ചിന്തയാണ്. അതെങ്ങനെ പിന്നെ ഇല്ലാതാക്കും? നായുടെ കയ്യിൽ പുതിയ തേങ്ങ പോലെ ഇങ്ങനെ ഇറക്കുക. അതെങ്ങനെ ഡീകോഡ് ചെയ്യും? എന്ത് ഉപകരണം വെച്ച് ഡീകോഡ് ചെയ്യും? ഞാനിപ്പോൾ ടച്ചിൽ ശ്രദ്ധിച്ചു, സ്മെല്ലിൽ ശ്രദ്ധിച്ചു, കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി 5 സെൻസിലിരിക്കുമ്പോൾ ചിന്തയില്ല. അവിടെ ബോധം മാത്രമേ ഉള്ളൂ. ബോധവും എൻ്റെ ശരീരവും ഉണ്ട്. പിന്നെ എനർജി, പ്രാണൻ, അത് എൻ്റെ ഈ ബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പൂച്ചയുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതവസ്ഥ ധ്യാനാവസ്ഥ. അതാണ് പതഞ്ജലി യോഗ ചിത്തവൃത്തി നിരോധന എന്ന് പറഞ്ഞത്. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗം. ഈ ശരീരം അങ്ങ് പോയാലോ, ഈ പ്രസന്റിൽ കൊണ്ടുവരുന്ന ശരീരം പോയാൽ പിന്നെ നമുക്ക് പാശം ചോദിച്ചിട്ടല്ലേ ഉള്ളൂ, ചിന്തയല്ലേ ഉള്ളൂ. പാശമുണ്ട്. ഇതുവരെ ഞാൻ ഇനി എന്നെ കാരണ്ട കൊന്നു, എനിക്ക് ആരെങ്കിലും കൊല്ലണം, ഇത്രയേ ഉള്ളൂ. ബുദ്ധിയൊന്നുമില്ല പ്രേതമായിട്ട്. ഈ ചിന്തയാണ്. പാസ്റ്റ് ഫ്യൂച്ചറും ആയിട്ട് ഇങ്ങനെ നടക്കും. പ്രസന്റിലോട്ട് വരണേ ഉള്ള ഒരു ഇന്ദ്രിയം പോലും ഇല്ല. ഇന്ദ്രിയങ്ങളെല്ലാം പ്രസന്റിലല്ലേ വർക്ക് ചെയ്യുന്നത്. ശ്വാസം ഫ്യൂച്ചറിലും പാസ്റ്റും അല്ല.
ശരി. കാഴ്ച, കേൾവി, സ്പർശം, മണം, പ്രസന്റ് ഈ സാധനം പോയി വരണം. പിന്നെ പ്രസന്റിൽ കൊണ്ടുവരുന്ന ആരാ? എന്താ? വല്ലോണ്ടും തലക്കാത്ത കയറണം. അത് വല്ലോണ്ടേ ശരീരമാണ്. അത് എന്ന് നിൽക്കാൻ അവന് വരാതെ കൊണ്ട് ഒഴിപ്പിക്കും നമുക്ക് അടിയിൽ നിന്ന്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ കൂട്ടുള്ള കഴിവ് ഒഴിപ്പിക്കും. ചെല്ലുന്നു കട്ടപ്പെട്ട് കയറി പറയും, എന്ത് കട്ടപ്പെട്ട് ഞാൻ പാത്തില്ലോടാ ഈ ശരീരത്തിൽ എന്നെ കണ്ടുപിടിച്ചില്ലോടാ. ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇത് അമ്മയാ ചെയ്യുന്നത്. എനിക്കറിയാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഇവിടെ ചോറ്റാനിക്കറിയാം അമ്മയുണ്ടെന്നും എല്ലാം എനിക്കറിയാം. അവക്കതൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കെല്ലാം അറിയാം. എനിക്കതറിയാം. എടാ നീ എന്നെ പറഞ്ഞു വിടല്ല, എടാ പറഞ്ഞു വിടല്ല, എടാ എന്നെ പറഞ്ഞു വിടല്ലടാ, എന്നെ പറഞ്ഞു വിടല്ല. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് പാത്തിരുന്നതാടാ, എന്നെ പറഞ്ഞു വിടല്ലടാ, എടാ നീ എന്നെ പറഞ്ഞു വിട. 7 പേരെ കൊന്നിട്ട് ഇവന്റെ മേളിൽ കയറിയത്. ഇവന്റെ അടുത്ത് നടന്ന നിന്റെ അടുക്ക വന്നു, നീ എന്തിനാണോ കഴിവുള്ള മോനെ എന്നെ കണ്ടുപിടിച്ചത് പറയും. വീഡിയോ ഉണ്ട്. അയ്യോ, തരാമെന്ന് പറഞ്ഞു. മരിച്ചു പോവാത്തല്ലേ? ഭക്ഷണമൊക്കെ തന്ന് കൂടെ നിർത്തി ഒരുപാട് ദ്രോഹമില്ല കൊണ്ട് ചെയ്യിച്ചു. കുറെ പേരെ ഉപദ്രവിച്ചിരുന്നു. ഒന്നും ആരെങ്കിലും കൊന്നത് എങ്ങനെ വണ്ടി ഇടിച്ച് മറിച്ചിട്ട് എല്ലാം ചെയ്യും. എന്തൊക്കെ ചെയ്യും? ഇവരെ കുടുംബത്തൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇവർക്ക് ഭയങ്കര പ്രാർത്ഥനയാ. അതുപോലെ എല്ലാരും ഞാൻ മറിച്ചു നോക്കും. പക്ഷേ ഇവിടെ പ്രാർത്ഥന കാരണം ദൈവം എത്ര പേരെ കൊന്നിട്ടുണ്ട്? സമ്മതിച്ചിട്ടില്ല. ഏകദേശം എത്ര പേരെ ഒരു കൊന്നിട്ടുണ്ട്? 10-12 പേരെ കൊണ്ടു. എങ്ങനെ കൊന്നത്? എല്ലാരും വണ്ടി ഇടിപ്പിച്ചും അങ്ങനെ എനിക്ക് ആത്മഹത്യ ചെയ്യിപ്പിച്ചു. ആത്മഹത്യ ചെയ്യിച്ചു. പുള്ളി കയറിയോ? പുള്ളി കയറും അങ്ങനെ മോന്റെ പുള്ളി കയറും. ഒഴിപ്പിക്കും. അവിടെ രക്ഷയില്ല. അവിടെ രക്ഷയില്ല. എന്ത് ചെയ്യുമെന്ന് പറയും ഈ മൈൻഡ് കൊണ്ട് നമ്മള്. ഞാൻ മൈൻഡായി മാറി എന്ത് ചെയ്യും? ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല. നമുക്കിപ്പോഴാണ് ബോറടിച്ച് ആർക്കെങ്കിലും 2 അടിയെങ്കിലും കൊടുക്കും. അപ്പം ശരീരം ഉള്ളപ്പോ ഉള്ളിലോട്ട് നോക്കി ഈ സാധനത്തിനെ ഡീകോഡ് ചെയ്ത് കൊല്ലണം നമ്മള്. അതിന് കിട്ടുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ സമൂഹം തന്നെ നമ്മളെ കൊല്ലുന്നത്. ഇതുപോലുള്ള അനുഭവങ്ങളോടെ സമൂഹം ചെയ്ത് നല്ല. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദൈവത്തിന്റെ കൂട്ട് കാണാം, നന്ദി പറയണം. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ മുംബൈ മഹാനഗര പാലിക ബോംബെയിൽ ഫ്ലാറ്റിന് കൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു. ബുൾഡോസർ കൊണ്ട് എടുത്തോണ്ട് പോകും. കൈക്കൂലി കൊടുത്ത് ഇങ്ങനെ കെട്ടിപ്പൊക്കി ഞങ്ങളുടെ കൂട്ട് കുറെ കൂടെ മേര 10 लाख रुपया नुकसान हो गया भाई. അവൻ പറഞ്ഞു വിഷമിക്കണ്ട, മേരെ 20 लाख रुपया 20 ലക്ഷം രൂപ അവന് കൊടുത്തു. അപ്പൊ ഒരു സമാധാനം. അത്രയല്ലേ പോലെ നമുക്കുണ്ടാകുന്ന പരാജയങ്ങളാണ് നമ്മളെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മെറ്റീരിയലി ഇതുവരെ വന്നത് അങ്ങനെയാണല്ലോ. അല്ല മുന്നേ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങയുടെ അടുത്ത് വന്നിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാനും ഇതൊക്കെ ബോധമൊക്കെ ഉണ്ടായത്. ഈ അറ്റാച്ച്മെന്റുകൾ ഓരോന്നോരോന്നായിട്ട് അറുത്തറുത്തറുത്ത് കുറച്ച് സമൂഹമാർക്കും അതിൽ ഒരു സ്നേഹം വേണം. അവിടെ അറ്റാച്ച്മെന്റ് ഒഴിവാക്കിയിട്ട് സ്നേഹം മാത്രം. അൺകണ്ടീഷണൽ. സ്നേഹത്തിന് കയറി കളിക്കില്ലേ മൈൻഡ് ഉണ്ടായിരുന്ന സ്നേഹവും. അല്ല, സ്നേഹം ഒരു ക്വാളിറ്റിയാണ്. അതൊരു റോസാപ്പൂ സുഗന്ധം പരത്തുന്ന പോലെ. അത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ ബേസിക് ക്വാളിറ്റിയിലുള്ള സ്നേഹമാണ് ഞാനീ പറയുന്നത്. പുറമേയുള്ള സ്നേഹം എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ബിസിനസ് രീതിയിലാണ് അത്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ബിസിനസ് രീതിയിലാണ്. 4 ദിവസം ഭാര്യയ്ക്ക് വേണ്ടത് കൊടുക്കാതിൽ നോക്കി അവിടെ പ്രശ്നമാകും. പക്ഷെ ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത്, ഈ ഭാര്യ സ്വന്തം കുഞ്ഞിനെ തിരിഞ്ഞ് കിടക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയാൽ മതി. ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യില്ല. ആ ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായ ഭാര്യ അതന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടാ നമ്മളെ തള്ളല. അങ്ങനെയാണല്ലോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുഭവമാണത്, സത്യം തുറന്നു പറയാം. അപ്പൊ അത് സ്വാഭാവികം, അങ്ങനെ വേണം താനും. അതാണല്ലോ അമ്മ എന്ന് പറയുന്നത്. നമ്മുടെ അമ്മ അങ്ങനെ ആയിരുന്നു നമ്മൾ അച്ഛനോട്. ഇത് ഞാനിടുമ്പോ ബർമൂട ഇടുമ്പോ മകർസാസിൽ പോകാന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ കൊല്ലാം. അച്ഛന് നമ്മളച്ഛനായി കിട്ടാതെ. അപ്പൊ അത്രയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
അത് പ്രകൃതി നിയമമാണ്, അപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതാണ് യഥാർത്ഥ അൺകണ്ടീഷണൽ ലവ്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് ഈ മേലത്തെ സ്നേഹമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കണ്ടുവരുന്നത് അതാണ്. അപ്പം നമ്മൾ ഈ താഴത്തെ ഒരു സ്നേഹം അൺകണ്ടീഷണൽ, ഒരു ബുദ്ധൻ കാൽപ്പാടുകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് ഓഷോ പറയുന്നു. അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാതെ നടന്നു പോകുന്നത്, കർമ്മഫലങ്ങൾ ഉണ്ടാക്കാതെ നടന്നു പോകുന്നത്. കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നത് ഏഷേണ പുത്രേഷേണ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന കൂട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ, ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൃതജ്ഞത വേണം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കൃതജ്ഞത നമുക്കുണ്ടാവും. ദേവിയോട് എപ്പോഴും നന്ദി പറയണം എന്നൊക്കെ തന്നതിൽ. ആളുകളോട് നന്ദിയുള്ളവനായിരിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ അഡിക്ഷൻ, ലോകത്തോടുള്ള അഡിക്ഷൻ, പല രീതിയിൽ മൈൻഡിൽ നിൽക്കുന്ന അഡിക്ഷൻ ആണ് പ്രശ്നം. അത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ബോധത്തിനെതിരാണ് പേഴ്സണാലിറ്റി. വ്യക്തിത്വം ബോധത്തിനെതിരാണ്. വ്യക്തിത്വം ഉണ്ടെങ്കിൽ ബോധം വർക്ക് ചെയ്യത്തില്ല. ബോധം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ വ്യക്തിത്വം വർക്ക് ചെയ്യത്തില്ല. ബോധം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്നേഹം വർക്ക് ചെയ്യും. അതല്ല സ്നേഹം വരുന്നത്. അതായത് പറഞ്ഞതിൻ്റെ ഉത്തരം ശരിക്കും എന്നെ പറ്റിക്കുവാന്നറിയാം. പക്ഷേ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ വന്ന് പൈസ ചോദിക്കുന്നത്, ഭിക്ഷ എടുക്കുന്നത്. ക്യാൻസറാ സാറേ തരണം എന്ന് പറയുന്നു. പറ്റിക്കുവാന്നറിയാം, ക്യാൻസർ ഒന്നും ഇല്ലെന്നറിയാം. എന്നാലും കൊണ്ടുപോകും. ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ വന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലായി, വെള്ളപ്പൊക്കം ഞങ്ങളുടെ പേപ്പറും കൊണ്ട് വരത്തില്ല. സത്യമൊന്നും അല്ല, അറിയാം. പക്ഷേ ഈ വെയിലത്ത് നടന്ന് ഇവിടം വരെ വരുമ്പോൾ ഒരു 5 രൂപ കൊടുത്തു അല്ലെ ഒരു 2 രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാനില്ല. നമുക്ക് ദൈവമായിട്ട് സഹായിച്ച് ജോലി എടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി, അറിവ് കിട്ടി. അവർക്കിത് എന്തുകൊണ്ടോ കിട്ടിയില്ല. അതുകൊണ്ടല്ലേ വരണത്. ഉമ്മാരൊക്കെ കള്ളന്മാർ, ആൾക്കാരെ പറ്റിക്കാറ് എന്തിനാ കൊടുക്കുന്നേ? അതിൻ്റെ ആവശ്യമില്ല. ആ 2 രൂപ കൊടുത്തെന്ന് വെച്ച്, കാരണം നമ്മളെ പറ്റിക്കാന്ന് അറിയാം. നമുക്കൊരു സ്നേഹം തോന്നുവാണ്. നമ്മളാണ് ഈ വെയിലത്ത് ഈ പ്രായത്തിൽ ഇങ്ങനെ നടക്കേണ്ടത്, പ്രായമായ ആളാണ്. നമുക്ക് നമ്മുടെ അച്ഛനാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിലോ കഷ്ടമല്ലേ? കള്ളം പറഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ പറയാതെ ചെല്ലുന്നത് എങ്ങനെ? അപ്പം നമ്മൾ പൈസ കൊടുക്കും. ചിലപ്പോൾ 100 രൂപ കൊടുത്തുന്നിരിക്കും, അതിൽ 50 രൂപ കൊടുത്തുന്നിരിക്കും. കയ്യിലുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ കൂടുതലുള്ള ആലോചിക്കും എന്തിനാ കൊടുക്കും? കള്ളന്മാരാ, അറിയാം കള്ളന്മാരാ. അവിടെ നമ്മൾ പൊട്ടനാവുകയാണ്. അവൻ പറ്റിച്ചപ്പോൾ നമ്മൾ പറ്റി എന്നങ്ങ് കാണിക്കുവാണ്. നേരെ മറിച്ച് എനിക്കറിയാം നിങ്ങളെ കള്ളത്തരോ, ഇത് കൊണ്ടുപോകും 50 രൂപ 100 രൂപ, മേലെ കള്ളം പറയില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നു. അത് നമ്മുടെ ഈഗോയാണ് പറയും. അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഞാൻ വിശ്വസിച്ചു നിനക്ക് വെള്ളപ്പൊക്കമാണ്, ശരി, എനിക്കറിയാം വെള്ളപ്പൊക്കം അല്ലെന്ന് എല്ലാവരും. എന്നാലും അങ്ങനെ പോലും നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിത് മനസ്സിലായി എന്നറിഞ്ഞ് പോലും നിന്നെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സ്നേഹം കൊണ്ടാണ്. അത് സ്നേഹം കൊണ്ട്. അങ്ങനെ പോലും എനിക്കിത് മനസ്സിലായി. ഞാനിതൊക്കെ ഇതിൻ്റെ അപ്പുറം കളി കണ്ടിട്ട് ഞാൻ വിളിക്കുന്നത്. പക്ഷേ അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നു, ചിന്തിക്കുന്നൊന്നുമില്ല. ഞാൻ പൊട്ടനാ, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ മണ്ടനാ. വെള്ളപ്പൊക്കോ അല്ലേ? വെള്ളപ്പൊക്കോ, ശരി, ഓക്കെ. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ, നിങ്ങൾ ഇത്ര പൊട്ടനാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ കള്ളത്തരമാണ്. ആർക്കും അറിയാത്ത, എനിക്ക് അറിയാമല്ലോ. നിങ്ങൾ ഇത്ര പൊട്ടനാണോ? എന്തെങ്കിലും ആട്ടെ, പോട്ടെ, സാരമില്ല, എന്തെങ്കിലും ആട്ടെ. മണ്ടനായി കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെയൊക്കെ പറയാം. എന്ത് മറുപടി പറയാം? മണ്ടനായി കഴിഞ്ഞിട്ട് പറയാം. ശരിയാ, ഇനി ഞാൻ മനസ്സിലാക്കി, എനിക്കറിയാം. അവിടെ ഒന്നും അറിയാം, ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ല. ഇത് പറ്റിക്കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു. 5 മിനിറ്റ് കളയാനുണ്ടോ? എനിക്ക് 5 മിനിറ്റ് വിലപ്പെട്ടതാണ്. 5 മിനിറ്റ് കളയാൻ ഉണ്ട്. എനിക്ക് 5 മിനിറ്റ് വളരെ വിലപ്പെട്ടതാണ്. എങ്കിലും ഞാൻ 5 മിനിറ്റ് കളയട്ടെ
ഇല്ല. എന്ന് വെച്ചാൽ അല്ല 5 മിനിറ്റ് സംസാരിക്കാം, അതിനെന്താ അങ്ങോട്ട് ഇരിക്കും. ഈ കാര്യം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരികയാണ്. അതാണ് സ്നേഹം. അങ്ങനെ പോലും അവരെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ 5 മിനിറ്റ് പോയി, ഒരു കാര്യമില്ല, അതിന് മറുപടി പറഞ്ഞു. ഈ 5 മിനിറ്റ് കളയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോട്ടെ പറ്റി മണ്ടനാന്ന് പറഞ്ഞ് കയറി പോകാൻ തുടങ്ങി. നിങ്ങളാണ് വിടാതെ പിടിച്ചിരുത്തി എനിക്ക് തെളിയിക്കാൻ, എനിക്ക് പറ്റിയെന്ന് തെളിയിക്കാൻ വേണ്ടി. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അത് സ്നേഹം കൊണ്ടാണ്. അത് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ഇനിയും കുറേ നാളുകൂടെ ഡെവലപ്പ് ചെയ്യണം. കുറച്ചുകൂടെയൊക്കെ ജീവിതം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ് മനസ്സിലാവും. അറിഞ്ഞുകൊണ്ട് നമ്മൾ മണ്ടനാവും ഒരുപാട് സ്ഥലങ്ങൾ. അങ്ങനെ നടന്നിട്ടുണ്ട്. അല്ലേ? ഓ, ഇഷ്ടംപോലെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് സ്നേഹം എന്ന് പറയുന്നത് സാർ. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് കള്ളം പറയുന്നു. നമുക്ക് ദേഷ്യം വരും. നമുക്ക് ഇവരുടെ എല്ലാം മനസ്സിലാവും, എല്ലാം ഇവരെന്തൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മളത് റിവീൽ ചെയ്താൽ അവർക്ക് നമ്മുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യനൊരു പ്രൈവസി വേണം. 24 മണിക്കൂറും തുണിയില്ലാതെ നടക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞു വിട്ടാൽ എല്ലാം മറ്റൊരാൾക്ക് എല്ലാം അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വേറെ ഉണ്ടോ? അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എനിക്കിതെല്ലാം മനസ്സിലാവുമെന്ന് അറിയാമെങ്കിൽ അവർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഭാര്യയായാലും ആരായാലും. എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതെല്ലാം മനസ്സിലാവുമെന്ന് അറിയാമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ മര്യാദയ്ക്ക്? അപ്പോൾ നമ്മൾ അവരോടുള്ള സ്നേഹം, അവർക്ക് സന്തോഷമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മളവിടെ ഒന്നും അറിയാത്തവനായിട്ട് നിൽക്കണം. എല്ലാവരാലും പറ്റിക്കപ്പെട്ട്. അത് നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതവർക്ക് മനസ്സിലാവത്തില്ല. വലിയ കടമ്പയാണ്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാൾ വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഫുള്ള് കാര്യങ്ങൾ ചിലപ്പം ഇങ്ങനെ ഇൻ്റർനെറ്റ് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യുന്നവിടെ കിട്ടും. അവിടെ നമുക്ക് ഇതെല്ലാം അറിയാവുന്ന ഒരു ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നമ്മൾ തരവാൻ തോന്നിയാലേ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പോലും സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അതെല്ലാം വിട്ടിട്ട് ഇതൊക്കെ അറിയാമെങ്കിൽ ഒന്നും അറിയാത്ത പൊട്ടൻ്റെ കൂട്ടിരുന്നെങ്കിൽ അവർ സ്നേഹിക്കാനും അവർക്ക് നമ്മളോട് സ്നേഹം വരാനൊക്കെ പറ്റും. അപ്പം അതുകൊണ്ട് ആളുകൾക്ക് ബോധ നിലവാരം കുറഞ്ഞത് അവരുടെ കുറ്റമല്ല. നമുക്ക് ബോധ നിലവാരം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കുമല്ല, അത് ഈശ്വരാധീനം, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുകയാണ്. ഭാഗ്യം, ദൈവിക അനുഗ്രഹം കൊണ്ട് മാത്രം. ആ അനുഗ്രഹം കിട്ടാത്ത നിർഭാഗ്യവാന്മാരുണ്ട്. അത് നമ്മുടെ മിടുക്കാണോ? അല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. അത് ഈശ്വരൻ തീരുമാനിച്ചു. അവരങ്ങനെ ആയത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, കർമ്മഫലങ്ങളായിരിക്കാം. അതൊക്കെ ഈശ്വരനാണ് തീരുമാനിക്കുന്നില്ല, നമ്മളില്ല. അപ്പം നമുക്കിത് ഈ സ്നേഹം എന്ന് പറയുന്ന വികാരത്തിൽ നിന്നുകൊണ്ടുള്ള ബോധം, അവിടെ മനഃപൂർവ്വം നമ്മൾ ഈ ഒരാളെ വിശ്വസിച്ചിട്ട് നമ്മൾ പറ്റുന്ന സ്നേഹിച്ചിട്ട് പറ്റുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് കറക്റ്റ് സ്നേഹം എന്നുള്ളതല്ല. അവിടെ നമ്മുടെ ഈഗോയെ ഒരാൾ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് സ്നേഹം എന്ന് എല്ലാവരും വിചാരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലേ? ഇപ്പം ഞാൻ അങ്ങേ ഭയങ്കരമായിട്ട് പുകഴ്ത്തി കഴിയുമ്പോൾ അങ്ങേക്കൊരു സന്തോഷം വരുമ്പം അങ്ങ് വിചാരിക്കും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അത് ഈഗോയെ വളർത്തുകയാണ്. അത് അങ്ങേക്ക് ദോഷമാണ്. പ്രാണനെ ഞാൻ ഈഗോയിലോട്ട് വിടുക, സോളിലോട്ടല്ല വിടുന്നേ. അങ്ങയുടെ സോളിലേക്ക് പ്രാണനെ വിടുമ്പോൾ ഞാൻ ഈഗോയെ കൊല്ലാൻ നോക്കും. അത് ദേഷ്യം വരും. ഇപ്പം ഒരു കൊച്ചൻ വഷളായി പോകുമ്പോൾ അവന് വഴക്ക് പറയുന്നത് സ്നേഹം കൊണ്ടാണ്, സോളിലോട്ടാണ് വിടുന്നത്. അവൻ നേരെയാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവന് ഇഷ്ടമാണോ അത്? അല്ല. എന്നാൽ ഒരു കൂട്ടുകാരൻ കഞ്ചാവ് അടിക്കാൻ വേണ്ടി ഇവനെ പുകഴ്ത്തി ഇവന് കാര്യം കാണുന്ന സമയത്ത് അവനാണ് സ്നേഹമുള്ളതെന്ന് തോന്നുന്നു ഇവന്. പക്ഷെ യഥാർത്ഥ സ്നേഹം എന്തോ ഈ പറയുന്നതാണ്. ആ, അപ്പം അങ്ങനെ ഒരു ഗുരു ശിഷ്യന്മാരിൽ ഗുരുക്കന്മാർ എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടെന്ന് പറയും. ഈ ശിഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട് വഴക്ക് പറയുകയും ഇത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ദേഷ്യം. മറ്റേ ഉമിത്തിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളവൻ അവനാന്ന് പറയുമ്പോഴാണ്
മനസ്സിലാവും. അവൻ എപ്പോഴും വഴക്ക് പറഞ്ഞ എന്തിനാണ് നിങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ അവൻ അടിപൊളിയാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴാണ് മനസ്സിലാവുക. ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറി ഉണ്ടാണ്. കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗുരുക്കന്മാർ സെൻ ബുദ്ധിസ്റ്റിലൊക്കെ പറഞ്ഞു. കഥകളി പഠിക്കുമ്പോഴും ഗുരുനാഥൻ പറയാറുണ്ട്, എന്നെ എപ്പോഴും ഭയങ്കര ദേഷ്യത്തിൽ വരുന്നതാണുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അവസാനം അതാണ് ഇപ്പം പറഞ്ഞ സ്നേഹം അവിടെ എന്ന് ഞാനൊരു ദിവസം പറഞ്ഞു, ആശാൻ എന്നെ കണ്ടുകൂടല്ലേ, എന്നെ മാത്രം ഇത്രയും കുട്ടികൾ ഇരിക്കുമ്പോൾ അവരൊന്നും ആശാൻ പറയുന്നില്ല. അപ്പോൾ കെട്ടിപ്പിടിച്ച് അവരെല്ലാം പോയ ശേഷം ഒരു വൈകുന്നേരം കെട്ടിപ്പിടിച്ച് മൂപ്പർ കരയാണ് അവിടെ കണ്ണെന്ന് വെള്ളങ്ങനെ വേണ്ടിട്ട്, ഈ കലയ്ക്ക് വേണ്ടി നിന്നെ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഇവരൊക്കെ ശനിയും ഞായറും വന്ന് പഠിച്ച് അവർ പാട്ടിന് പോകും, എനിക്ക് നിന്നെ ഈ കലക്ക് വിട്ടുകൊടുക്കണം. അപ്പം ഞാൻ നിന്നെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് നിന്നെ വാർത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്നേഹമില്ലായ്മയല്ല, സ്നേഹമാണത്. കൽപ്പറ്റ നാരായണ നമ്പൂതിരി എൻ്റെ ഗുരുനാഥൻ ചെറിയ പ്രായത്തിൽ, കാരണം 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണത്. അടിയൊക്കെ എനിക്കാണ് കൂടുതൽ. അവസാനം ആ ഒരു പറച്ചില്ല ഞാനൊന്നും ഇല്ലാണ്ടായിട്ട് അവിടെയാണ് ഈ ആ ഗുരുനാഥൻ്റെ അങ്ങനെ ഒഴുകി വരുന്ന പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ചെറിയ പ്രായത്തിൽ. ഇപ്പം ഇതൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ ഞാൻ വല്ലാത്തൊരു ആ 2 കണ്ണും ആശാൻ്റെ ആ ഗുരുനാഥൻ്റെ കണ്ണും എൻ്റെ കണ്ണും ഇങ്ങനെ കൂട്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഈശ്വരൻ അവിടെ കിട്ടിയത്. ആ ഗ്യാപ്പില്ലായ്മയില്ലേ. ഇപ്പം അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു അപ്പുറത്തൊരു കളി പഠനത്തിൽ കിട്ടിയ സാധനമാണ്. അതൊക്കെ അനുഭവമുണ്ട് എനിക്ക്. ഇത് വലിയൊരു അനുഭവമാണ്, കാരണം അത് ഞാനായിട്ട് എടുക്കുന്നുണ്ട്. അത് അന്നൊരു ആശാൻ നമ്മളോട് അങ്ങനെ പെരുമാറിയെങ്കിൽ ഇന്ന് പ്രകൃതി ചെയ്യുന്നു. സ്നേഹം കൊണ്ടാണെന്നായി പറയുന്നത്, അല്ലാതെ പഠിക്കത്തില്ല. അതാ ആ സ്നേഹം കൂടുതൽ. ആ ആശാന്റെ സ്ഥാനത്ത് ഇപ്പം നിൽക്കുന്ന ദേവിയാണ്, അമ്മയാണ്. അത് ആ സ്ഥിതിയിലേക്ക് എന്നെ കയറ്റി കൊണ്ടുപോയി നിന്ന് തന്നെയാണ്. കാരണം പിടിച്ച് എൻ്റെ കൈ പിടിച്ച് നടന്നു തന്നെയാണ് ഞാൻ രാത്രി കിടക്കുമ്പോൾ സംസാരിക്കുക അമ്മയോട്. എൻ്റെ കൈ പിടിച്ച് നടക്കണം, ഞാൻ വീണ് പോവാ, അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ് പോവാണ്, എഴുന്നേൽപ്പിച്ച് എൻ്റെ കൈ പിടിച്ച് നടക്കണം തന്നെയാണ് പറയാറ്. അതൊക്കെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ തന്നെ വരികയാണ്. അതിലൊന്നും എനിക്കൊരു ഇത് പോയതിന് ഒരു ഇതുമില്ല. ഞാനൊരു ഇതന്നെയാണ് എൻ്റെ ഈസി മൈൻഡാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ മൈൻഡിൽ നിന്ന് അധികം കളിക്കുന്നുണ്ടല്ലോ. എന്നാൽ ചില ഭാഗത്ത് പിടിക്കേണ്ടതിന് ഞാൻ പിടിക്കുന്നുമുണ്ട്. ചില ഭാഗങ്ങളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എനിക്ക്. അത് നേരത്തെ പറഞ്ഞതിൻ്റെ സംഭവമാണ്. അതുണ്ടാവും അത്. പക്ഷെ നമ്മുടെ ഒപ്പം നിൽക്കണവരെ നമുക്ക് 1 2 കുറച്ചെല്ലാം നിൽക്കില്ല. ഇപ്പോൾ ഗുരുനാഥനോട് പറയുമ്പോൾ ഞാൻ ഒറ്റ കുറച്ചെല്ലാം നിന്ന് കഴിഞ്ഞു. എനിക്ക് ആ തലങ്ങളിൽ മനസ്സിലാവും. മുന്നത്തെ അമ്മയുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായ ലെവലിൽ നമ്മൾ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് സുഖമായിട്ട്. ഇന്ന് സത്സംഗം നമ്മുടെ സാധകന്മാർ ശരത്ത്, ഉജ്ജ്വൽ, എന്താ നമ്മളെ താജുദ്ദീൻ, ഇവരായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ മകേഷായിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞ് പറയുമ്പോഴെന്താ അത് ഗുരുനാഥൻ പറയണ അതേ സമ്പ്രദായത്തിൽ തന്നെ പറയണത്. ആ ശ്രീവിദ്യാ സാധകന്മാരുടെ ആ ചെയ്യുന്നതിൻ്റെ ഒരു ഫലങ്ങളാണ്. അവരൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് വരുന്നത്. നഷ്ടബോധമില്ല, പിന്നെ ഒരു ഊർജ്ജം കിട്ടി. അങ്ങനെ പ്രശ്നമില്ല. എന്നെ അങ്ങനെ കുഴക്കാറൊന്നുമില്ല. അങ്ങനെ പക്ഷെ അങ്ങനെ കാണിച്ചിട്ട് സന്തോഷം. വളരെ എന്താ പറയുക, കുറച്ച് കാലങ്ങളായി കണ്ടിട്ട് സത്സംഗം നടത്തിയിട്ട് കുറച്ച് കാലങ്ങളായി